ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും ട്വിസ്റ്റ്. ചില പാളികൾ മാറ്റിയെന്നാണ് സംശയം. പരിശോധിച്ച പാളികളിൽ ചിലതിൽ മെർക്കുറിയുടെ അംശം തീരെയില്ലെന്നാണ് കണ്ടെത്തൽ. ചില പാളികൾ ശാസ്ത്രജ്ഞരും സംശയമുന്നയിച്ചിരിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും സാമ്പിൾ ശേഖരിച്ച് മറ്റൊരു ലാബിൽ കൂടി പരിശോധിക്കാനാണ് നീക്കം. MS വീണ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. വീണ, ഈ പാളികളുടെ പരിശോധനയിലും അതോടൊപ്പം തന്നെ ഈ പാളികൾ പരിശോധനയ്ക്കായി നൽകിയതിലുമെല്ലാം ഇപ്പോൾ വലിയ തോതിലുള്ള അട്ടിമറി നടന്നു എന്ന നിഗമനത്തിലേക്കാണല്ലോ കാര്യങ്ങൾ എത്തുന്നത്. ഈ VSSCയിലെ ശാസ്ത്രജ്ഞരും ഇപ്പോൾ ഇതിൽ ചില ദുരൂഹത ഉന്നയിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും ഗൗതം, ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ഒരു ട്വിസ്റ്റ് ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം VSSCയിലെ പരിശോധനാ ഫലത്തിന് വേണ്ടിയാണ് SIT സംഘം കാത്തിരുന്നത്. എന്നാൽ ആ ഒരു പരിശോധനാ ഫലത്തിൽ ഇത് മാറ്റിയോ, ഇതിന്റെ അംശം എങ്ങനെയാണ്, സ്വർണത്തിന്റെ അംശത്തിന്റെ കണക്കൊന്നും കണ്ടെത്താൻ വ്യക്തമായി തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ SIT സംഘം ഇതിലൊരു സംശയം കൂടി ഉന്നയിക്കുന്നത്. അതായത് പാളികൾ മാറ്റിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ചില പാളികളിൽ മെർക്കുറിയുടെ അംശം തീരെയില്ലെന്ന് കൂടി പറയുന്നുണ്ട്. ഈ സംശയങ്ങളൊക്കെ ശാസ്ത്രജ്ഞർ SIT സംഘത്തിലെ ഉദ്യോഗസ്ഥരോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇത് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞന്മാരിൽ നിന്നുള്ള വിശദമായ മൊഴി SIT സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മറ്റൊരു ലാബിൽ കൂടി കൊടുത്തുകൊണ്ട് ഒരു പരിശോധന നടത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി SIT സംഘം പറയുന്നത്. ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടി അത് പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ അടുത്ത ആഴ്ച തന്നെ വീണ്ടും ഒന്നുകൂടി സാമ്പിൾ ശേഖരിക്കും. സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം തന്നെ മറ്റൊരു ലാബിൽ കൂടി പരിശോധന നടത്തുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭവ അറ്റോമിക് സെന്ററിലായിരിക്കും എങ്കിൽ പരിശോധന നടക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിനായിട്ടാണ് SIT സംഘവും ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഗൗതം. ഓക്കെ വീണ, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഈ പാളികൾ മാറ്റിയാണ് പരിശോധനയ്ക്ക് നൽകിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശാസ്ത്രജ്ഞരും ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ലാബിൽ കൂടി പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. വീണയാണ് വിവരങ്ങളുമായി ചേർന്നത്.